കുളിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണിനെ ഇങ്ങനെ നോക്കി. അള്ളാഹുവെ പടച്ചവനെ, പെട്ടെന്ന് ആ ചെറുപ്പക്കാരന് അള്ളാനെ ഓർമ്മ വന്നു. അവിടെ നിന്ന് ചിന്തിച്ചു, പടച്ചവനെ, എന്നെ മുത്ത് നബി പറഞ്ഞു വിട്ടതാ, എന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു വിട്ടതാ. അള്ളാഹുവെ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് രണ്ടാമതൊരു വട്ട ഒരു പെണ്ണിനെ നോക്കിപ്പോയല്ലോ, ഞാൻ വ്യഭിചരിച്ചു പോയല്ലോ തമ്പുരാനെ, എന്റെ ജീവിതത്തിൽ പാപം ചെയ്തു പോയല്ലോ തമ്പുരാനെ. അള്ളാഹുവെ, ആദാ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടുകയാ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഞാൻ ഇനി എങ്ങനെ പോകും? ഞാൻ എന്റെ കണ്ണുകൊണ്ട് അന്യ പെണ്ണിന്റെ ശരീരം കണ്ടുപോയല്ലോ. അള്ളാഹുവേ, ഇനി ഞാൻ എന്താണ് ചെയ്യുന്നത്? ചെറുപ്പക്കാരൻ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. ഇനി മുത്തുനബിയുടെ മുന്നിൽ പോകാൻ എനിക്ക് ധൈര്യമില്ല. ആ ചെറുപ്പക്കാരൻ അവിടെ നിന്നിങ്ങനെ അതാ ഓടുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വിട്ടതാണ്. അതാ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കാണാറില്ല. അതാ ഒരു ദിവസം കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു, 10 കഴിഞ്ഞു, 20 കഴിഞ്ഞു, 30 കഴിഞ്ഞു. ഒരുപാട് ദിവസമായി അള്ളാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു വിട്ട സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനെ പിന്നെ ഒരാളും കണ്ടിട്ടില്ല. ഈ ചെറുപ്പക്കാരനാണെങ്കിൽ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള പർവ്വതത്തിലേക്ക് ഓടുകയാണ്. പടച്ചവനെ, ഞാൻ തെറ്റുകാരനായി പോയല്ലോ, ഞാൻ പാപം ചെയ്തല്ലോ തമ്പുരാനെ. അവിടെ നിന്ന് കരഞ്ഞു വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഓടി നടക്കുകയാണ്. അവസാനം 40 ദിവസം കഴിഞ്ഞു. 40 ദിവസം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നു. എന്നിട്ട് പറയുന്നു, ഇന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ എന്ന മലക്ക് പറയുന്നു, നബിയേ, ഇന്ന ഹാരിബ മിൻ ഉമ്മത്തി, ഇന്ന ഹാരിബ മിൻ ഉമ്മതിക ബൈന ഹാദിഹിൽ ജിബാൽ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അതാ നരകത്തെ